എല്ലാത്തിലും ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കി ഒരു സാധനം ചെയ്യാൻ പറ്റൂ, നന്മ നിറഞ്ഞ പടമായിരിക്കണം എന്ന് എനിക്ക് അഭിപ്രായം. ഏതോ അന്നൊന്ന് വായിച്ചതാ. സകലവും അത്യന്ത മോഹന മാമുരു സലില രേഖോ. ഒരു ദിവസം അത് വണ്ടി അടിച്ചോണ്ട് പോയി. ഇലിമിനാറ്റി എന്താന്ന് എനിക്കറിയാം. സ്ത്രീപക്ഷ സിനിമ ഉണ്ടാവണമെങ്കിൽ സ്ത്രീ വേണമെന്നില്ല, സ്ത്രീ ഡയറക്റ്റ് ചെയ്യണമെന്നില്ല. ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ മലയാള സിനിമയാണ്. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ ബിഗ് ബെൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് ശന്തുനാഥ്, അതിഥി രവി ആൻഡ് അനുമോഹൻ. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. ഓക്കെ ഫൈൻ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിഥിയും തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. അപ്പോൾ ശരിക്കും ലണ്ടനിലാണ് ഷൂട്ട് നടന്നത് അല്ലേ ബിഗ് ബെൻ്റെ? നമ്മൾ ട്രെയിലർ കണ്ടു, നല്ലൊരു പ്രോമിസിങ് ട്രെയിലർ ആയിട്ടാണ് തോന്നുന്നത്. സോ എന്താണ് ക്യാരക്ടറിനെ പറ്റി, സിനിമയെ പറ്റിയൊക്കെ പറയാനുള്ളത്? ക്യാരക്ടറെ പറ്റി ഇതിലെൻ്റെ ക്യാരക്ടർ പേര് ലവ്ലി എന്നാണ്. ലവ്ലി, ഓക്കെ. ലവ്ലി എന്നാണ്. ലവ്ലി എന്നാണ് ഈ ക്യാരക്ടർ പേര്. ഞാനിപ്പോൾ മിക്ക ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ജസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് നാടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെ ഒരു ക്യാരക്ടറിനെ കണക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സ്ത്രീ, ഒരു കഥാപാത്രമാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. ഒത്തിരി വേരിയേഷൻസ് എനിക്കിതിൽ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. ഐ മീൻ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇപ്പോൾ റൊമാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും ഇൻറ്റിമസി ആണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ഇതിലും ഞാൻ മറ്റ് സിനിമകളിൽ നിന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു സിനിമ ബിഗ് ബെന്നിലാണ്. ഒത്തിരി വേരിയേഷൻസോടുകൂടി ചെയ്യാൻ പറ്റിയൊരു ലവ്ലിനെ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് എന്താ പറയുക, ഫാമിലിക്കും അവരെ ഇമ്പോർട്ടൻസ്, ചെയ്യുന്ന ജോലിക്കും ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് അത് വീടൊക്കെ നാടൊക്കെ മാറി നിൽക്കുന്ന ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ എല്ലാ ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു ലേഡി. അപ്പോൾ അതാണ് എൻ്റെ ഒരു കഥാപാത്രം ത്രൂ ഔട്ട് ഇതിൽ പോകുന്നത്. ഓരോ സാഹചര്യത്തിനെയും ഫേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കഥാപാത്രമാണ് ഇതിലിപ്പോൾ. ഇപ്പോൾ അതിഥി പറഞ്ഞില്ലേ, അതായത് ഒരുപാട് ചലഞ്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിഥി രവി എന്ന നടി എത്രത്തോളം വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും ലവ്ലി? കാരണം ഇതിലിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുള്ള ഒരു, അപ്പം ഞാനിതൊന്നും എൻ്റെ റിയൽ ലൈഫിൽ എനിക്കതില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും അത് നമുക്കത് ചലഞ്ചിങ് ആണ്. കാരണം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഞാൻ അങ്ങനെ ആവാൻ വേണ്ടിയിട്ടും മാക്സിമം റിയൽ ആക്കാനും നമുക്കതിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ചിങ് ഉണ്ടാവും. അത് ഏതൊരു ആർട്ടിസ്റ്റിനും എല്ലാവരും അത് ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ലല്ലോ ചെയ്യുക. പലർക്കും ചിലർക്ക് എന്തോ ഭാഗ്യത്തിന് അതേ ക്യാരക്ടർ തന്നെ ചെയ്യാൻ പറ്റാറുണ്ട്. റിയൽ ലൈഫിൽ എന്താണോ അത് തന്നെ ചെയ്യാൻ, പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടും. എനിക്കിപ്പോൾ ഇതിൽ ഞാൻ അങ്ങനത്തെ ഒരു ഇതിലൂടെ കടന്നു പോകാത്തൊരു ആളാണ്. അപ്പം എനിക്ക് അതിൻ്റെ ഇമോഷൻസ് എല്ലാം ഈ പറഞ്ഞ പോലെ എനിക്ക് ചാലഞ്ചിങ് ആയിരുന്നു. എന്താണ് ഇവിടെ പെരുമാറുന്നത്, ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ടുള്ള കുഞ്ഞുള്ളൊരു കൈക്കുഞ്ഞാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എത്രത്തോളം ഞാനത് ചെയ്യും എന്നുള്ളതൊക്കെ എനിക്കൊരു, കാരണം ആ കുഞ്ഞും ഇതിൽ കുഞ്ഞിൻ്റെ കുറേ ഇമോഷൻസ് ആണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും ഈ സിനിമയ്ക്കകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സീക്വൻസിൽ നമ്മൾ അവളായിട്ട്, ഐ മീൻ ബേബി ഗേളാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓരോ ഇൻപുട്ടും ഇത്തിരി ചാലഞ്ചിങ് തന്നെയായിരുന്നു. അതിനോടൊപ്പം നമ്മൾ ഒരു സീക്വൻസ് ചെയ്യുന്നതാണെങ്കിലും ആ സിറ്റുവേഷൻസ് അഭിനയിച്ച് ഫലിപ്പിക്കാനും പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ വിത്ത് ഹെൽപ്പ് ഓഫ് ഡയറക്ടറും പിന്നെ കോസ്റ്റാണ് മനുഷ്യനാണെങ്കിലും എല്ലാവരും വളരെയധികം നമ്മൾ ആ ഒരു ക്യാരക്ടർ ആവാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിഷ ചേച്ചി, ബിജു ചേട്ടൻ, ഇവരൊക്കെ ആയിട്ട് ഞാൻ കൂടുതലും കോംബോ ഉള്ളത് സിനിമയ്ക്കകത്ത്. അപ്പം അവരൊക്കെ ഒത്തിരി നമ്മൾ ആ ഒരു ഫാമിലി, ശരിക്കും ആ ഒരു ഫാമിലിയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആംബിയൻസ് നമുക്ക് ഡയറക്ടർ തന്നിരുന്നു. അപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറയൂ അനുബ്രോ, എന്താണ് ബിഗ് ബെൻ? നമുക്ക് നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ് ബിഗ് ബെന്നിൽ? ജീൻ എന്ന് പറയുന്നൊരു ജീൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ജീൻ ഒരു പോലീസ് ഓഫീസറാണ് നാട്ടിൽ. അപ്പം പുള്ളിക്ക് ഇവിടുത്തെ ജോലി സംബന്ധമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ കുറച്ച് നാൾ വൈഫിൻ്റെയും മകളുടെ അടുത്തേക്ക് പോകുന്നതാണ്, മകളെയും കൊണ്ട് പോകുന്നതാണ്. പിന്നെ അവിടെ ചെന്ന് ജീൻ്റേതായിട്ടുള്ള, ജീൻ ഒരു ഇത്തിരി അറഗൻ്റായിട്ടുള്ള ഒരാളാണ്. നാട് വിട്ട് അങ്ങനെ മാറി നിന്നിട്ടില്ല, നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. ഭാര്യനെയൊക്കെ കുറച്ചൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഒരു വിഭാഗം ആണുങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ പ്രശ്നം കാരണം ചെന്നുപെടുന്ന ഒരു ഇഷ്യൂ,
അത് അവിടുത്തെ ലണ്ടനിലെ ലോ എങ്ങനെ അതിനെ എഫക്റ്റ് ചെയ്യുന്നു, ഈ ഫാമിലി അതിനെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് സിനിമ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിലൂടെയാണ് ജീൻ കടന്നു പോകുന്നത്. ജീൻ അതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ് ജീൻ പോകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പല വേരിയേഷൻസ് ഉണ്ട്. ഭയങ്കര ടെൻഷൻ അടിച്ചു പോകുന്ന ഒരു പേസിലേക്കൊക്കെ പോകും. ആദ്യം ഭയങ്കര കാമായിട്ട് പോയിട്ട് പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ജീൻ്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കഥാപാത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ പരിണിത ഫലമാണോ അവർ അവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ? അതെ. ഈ ക്യാരക്ടറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിനകത്തോടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഫാമിലി ഫേസ് ചെയ്യുന്നത്. ഓക്കെ യെസ് ദ മാൻ. ഞങ്ങൾ തമ്മിൽ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞങ്ങൾ മുമ്പ് അവസാനം ഇരുന്നത് ഫിനിക്സിലെ. കൂടുതൽ ഇഷ്ടമല്ലേ? ഓക്കെ, നമുക്ക് സിനിമയെ പറ്റി ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഒരു പോലീസുകാരനായിട്ടാണ് കണ്ടത്, പക്ഷെ ലണ്ടനിൽ പോകാൻ പറ്റാത്തൊരു പോലീസുകാരനായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കതൊരു കേരള പോലീസ് അല്ലേ? കേരള പോലീസല്ലേ? അത് ശരിയാണല്ലോ. അല്ല, അവിടെയൊക്കെ പോയി അന്വേഷിച്ചില്ല, തമിഴ് സിനിമയൊക്കെ ഉണ്ടല്ലേ? ഇവിടുത്തെ പഴയ പോലീസുകാരനൊക്കെ അവിടെ ചെന്ന് കേസ് അന്വേഷിക്കുക. ഒരുത്തം പോയതിന്റെ പ്രശ്നമാണ് ഈ സിനിമ. ഞാനിവിടെ ഒരു കൂട്ടുകാരനായിട്ട് ബേസിക്കലി പടത്തിൽ ഇവന്റെ സുഹൃത്ത് അനുവിന്റെ കൊളീഗും ആത്മസുഹൃത്തും ഒക്കെയാണ് അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ക്യാമിയോ റോൾ. കൊളീഗ് എന്ന് പറയുമ്പോൾ ആളും പോലീസ്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവർ എക്സ്റ്റേണൽ ക്യാമിയോ പരിപാടിയാണ്. പിന്നെ UK സ്കെഡ്യൂളിൽ ഞാൻ ഇല്ലാത്തതിന് ആ സിനിമ ഒരു ജസ്റ്റിഫിക്കേഷൻ പോയി. ഞാൻ ഇവിടെ തന്നെ വേണം, ആ ക്യാരക്ടർ ഇവിടെ നിന്നല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നല്ലൊരു വിഷമം ഇവരൊക്കെ അവിടെ അടിച്ചു വിളിക്കുന്നത്. വെറുതെ കാര്യമില്ലാതെ അടിച്ചു വിളിക്കണ്ടല്ലോ, നല്ലൊരു പടം വരുമ്പം പോവാന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കും, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇതിനൊക്കെ എനിക്കറിയില്ല. അത് ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അഭിനയിക്കുമ്പോൾ കോമ്പിനേഷൻ സീൻസ് വരുമ്പോൾ നിങ്ങളത് ഹെൽപ്പ് ചെയ്യണോ ചെയ്യുക, അതോ കൂടുതൽ ടേക്കിലേക്ക് പോകണോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ചിരി വരുമോ, അങ്ങനത്തെ കാര്യങ്ങൾ? ബുദ്ധിമുട്ടായിരുന്നു. പോലെ ഒരാൾ അഭിനയിക്കുമ്പോൾ അല്ല, ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ആ ഇമോഷൻ വേറെയാണ്. നമ്മൾ പേഴ്സണലി അങ്ങനത്തെ വേറൊരു ഇമോഷനും നമ്മൾ ഫ്രണ്ട്സും തമ്മിൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ ഈ പറഞ്ഞ പോലെ ചാലഞ്ചിങ് ആണ്. അപ്പോൾ അത് എത്തിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം എല്ലാവരും ആ ഒരു ക്യാരക്ടർ ആവാനും അതിനൊക്കെ ഈ ഡയറക്ടേഴ്സും ഇതുപോലെ റൈറ്റേഴ്സൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അവർ പിന്നെ പറഞ്ഞു പിന്നെ നമ്മൾ ആ ക്യാരക്ടറായിട്ട് ഓക്കെ ഇനി അത് അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. പക്ഷെ ഇവരൊക്കെ പെട്ടെന്ന് ചെയ്തപ്പോൾ തന്നെ കട്ടാവുന്നതാണ്. എനിക്ക് അഭിനയിക്കാൻ ഒത്തിരി പാടില്ല. പൊതുവിൽ കൂട്ടുകാരെ അഭിനയിക്കുമ്പോൾ പ്രശ്നമാണോ അതോ പൊതുവിൽ അങ്ങനെയാണോ? അല്ല, കൂട്ടുകാരായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലാതെ ഉള്ളൊരു നമുക്ക് ചിലപ്പോൾ ചിരിയൊക്കെ കുറെ കണ്ട് വരും. പലപ്പോഴും ചിരി ഉള്ളു. ഇപ്പൊ ഞാനും ചന്തുചേട്ടനും കൂടെ ഹണ്ടിൽ ഞങ്ങൾ ഇനി വരാൻ പോകുന്ന ഒരു സിനിമ ഹണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ രണ്ടുപേരും പേര് ഞങ്ങൾ ഭയങ്കര റൊമാൻസ് ഒക്കെ ഉണ്ട്. അതറിയില്ല. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ റൊമാൻറ്റിക് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരും എന്നാ. പക്ഷെ നമ്മൾ അതിലേക്ക് പിന്നെ എത്തും, അത് ചെയ്യണത്. പിന്നെ ആർട്ടിസ്റ്റ് ആകുമ്പോൾ പിന്നെ അങ്ങനെ ആവണം. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ മറന്ന് പിന്നെ അതങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവരുടെ അടുത്ത് നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ആ ഒരു ഫ്ലോയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഒരു ഫ്രീഡം കിട്ടും. നമുക്ക് അറിയുന്ന ചന്തും നമ്മളൊരു സീൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ഫ്രീഡം ഉണ്ട്. നമുക്ക് അവൻ്റെ അടുത്ത് പറയാം. അവൻ പറയുന്ന സാധനങ്ങളും ഞാൻ പറയുന്ന സാധനങ്ങളും നമുക്ക് ക്ലബ് ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നുന്നു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ അനുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ CPO ശുചിത്വത്തിന് വേണ്ടിയിട്ട് സച്ചിനെ പോയി കാണുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ പിന്നീട് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേണിയില്ലേ, അതായത് ആദ്യം ഭയമായിരുന്നു, പേടിയായിരുന്നു, പിന്നീട് ജോലി രാജിവെക്കാൻ പ്രാപ്തനാക്കിയ ആ ഒരു അഭിനേതാവിലേക്കുള്ള ഒരു ജേണിയില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ ക്യാമറ കാണുമ്പോൾ ഒരു പേടി ഉണ്ടോ അതോ ഒരുപാട് ഡെവലപ്ഡ് ആയി തോന്നുന്നു? ഇല്ലല്ല, ഇപ്പോഴും ആ പേടിയുണ്ട്. ആദ്യത്തെ 2 ദിവസമൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. ഇപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിച്ച് ഓക്കെ നമുക്കത് സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ പോലും നമ്മളൊരു ഫസ്റ്റ് ഡേ ലൊക്കേഷനിലേക്ക് ചെല്ലുന്ന ദിവസം എനിക്ക് ഭയങ്കര വിറയലാണ് ഇപ്പോഴും. അപ്പോൾ അതൊരു 2 ദിവസം എടുക്കും ഒന്ന് സെറ്റായി സിങ്കായി വരാൻ. ആ ഭയം ഇപ്പോഴും ഉണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും എവിടെയോ കിടക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ. ഓക്കെ, ചന്ദ്രബ്രോ, ഇപ്പോൾ ഈ പോലീസുകാരനാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമിയോ റോളാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സിനിമ ഡീറ്റെയിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഇല്ല, ക്യാമിയോ റോൾ തന്നെയാണ്. പക്ഷെ ആ റോളിന് പ്രാധാന്യമുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഡീവിയേഷൻ. അതിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. അപ്പം നമുക്ക് സിനിമക്ക് എന്ത് ജോണർ എന്ന് പറയാം? ഫാമിലി ത്രില്ലറാണ്. ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ് ആക്ച്വലി. ത്രില്ലർ എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ത്രില്ലർ എലമെന്റിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ചുകൂടി ഇമോട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യും അയാൾ എന്ത് ചെയ്യും, ആ കുട്ടി എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ ഓഡിയൻസിൽ നിന്നുണ്ടാവുന്ന ഫാമിലി ഓഡിയൻസിനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു
വർക്കാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അവിടെ ഇപ്പോൾ ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ് എന്നാണല്ലോ പറയുന്നത് സിനിമയുടെ ട്രailer. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഡയറക്ടറുടെ ഒരു പെർസ്പെക്റ്റീവിലാണോ, അല്ലെങ്കിൽ അദ്ദേഹം കേട്ട കഥയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന കഥയാണോ? ഡയറക്ടറുടെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഉണ്ടായ പ്രശ്നമാണ് ഇത്. നമ്മൾ ഈ അടുത്തിടയ്ക്കും ആ സെയിം ഇൻസിഡന്റ് നമ്മൾ അവിടെ കേട്ടിട്ടറിയില്ല. അപ്പോൾ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഡയറക്ടർ ഒരു UK സിറ്റിസൺ ആണ്. അതെ. അപ്പം അവിടുത്തെ പല നിയമവും കാര്യങ്ങളും എല്ലാം അവർ അതിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണത്. പ്രത്യേകിച്ച് നമ്മളുടെ മലയാളി ഫാമിലീസിന് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. കാരണം നമ്മളിവിടെ ഒരു ഫാമിലി ബോണ്ടിങ്ങും പരിപാടികളും എത്രത്തോളം ഈ അവിടുത്തെ ലോ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അവിടെ ചെന്ന് ജീവിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ, നാട്ടിലാണെങ്കിൽ ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു ധാരണയുണ്ടല്ലോ. ആ ഒരു വ്യത്യാസം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കിട്ടും. ചന്ദ്രു, ഇപ്പോൾ ഞങ്ങളിരുന്ന് സംസാരിച്ചതൊക്കെ മുമ്പും സിനിമയെ പറ്റിയിട്ടാണ്. ഫിനിക്സിൻ്റെ സമയത്ത് നമ്മൾ പൊതുവിലുള്ള സിനിമയെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ പൊതുവിൽ എൻ്റർടൈൻമെൻറ്റ് ആവണം എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. ഫിലിം ഷുഡ് ബി ആൻ എൻ്റർടൈൻമെൻറ്റ്. പക്ഷെ അതല്ലാത്തൊരു ബാധ്യത ശരിക്കും സിനിമക്കുണ്ടോ? മറ്റ് കലാമൂല്യങ്ങൾക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ബാധ്യത, സിനിമ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ സിനിമ കൈൻഡ് ഓഫ് ക്ലാസ് റൂംസ് ആവേണ്ടതുണ്ടോ? അപ്പോൾ നമുക്ക് ഒരുപാട് സിനിമകളുണ്ട്. ആഫ്റ്റർ ഓൾ സിനിമയുടെ ലക്ഷ്യം എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. അതല്ലാത്തൊരു ബാധ്യതയുണ്ടോ സിനിമയ്ക്ക്? ബാധ്യതയായിട്ടൊന്നുമില്ല. ഇത് ചോയ്സാണ് ഡയറക്ടറിൻ്റെ. ഇതൊരു ഡയറക്ടേഴ്സ് ആർട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ പുള്ളി എന്താ കോണ്ടന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിലൊരു ടീച്ചിങ് പുള്ളിക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് എൻ്റെ സിനിമ കാണാൻ വരുന്ന ഓഡിയൻസിനെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് എന്നായിരിക്കുള്ള ചിന്ത. ചിലപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് സോഷ്യൽ ഇഷ്യൂസിനെ എനിക്ക് അഡ്രസ്സ് ചെയ്യാനുണ്ട്. ചിലപ്പോൾ വേറൊരാൾ അതൊന്നും ആയിരിക്കില്ല. ഇവിടെ വന്നിരുന്ന് കാണുന്ന 10-100 പേർ ആസ്വദിച്ച് ആഘോഷിച്ച് വീട്ടിൽ പോവുക, ചിരിച്ചുകൊണ്ട് പോകുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ മോട്ടീവ്. അൾട്ടിമേറ്റും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് എനിക്കൊന്ന് വേറെ ഇന്റർവ്യൂ പറഞ്ഞതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ഇസ് നോട്ട് ഓൺലി ലാഫിങ് ഡാൻസ്, അതല്ല. നമ്മൾ കാരുണ്യ പോലൊരു സിനിമ കണ്ടാൽ അതിൽ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറുണ്ട്. നമുക്ക് ഡീപ്പായിട്ടൊരു കഥാർസിസ് ഉണ്ടാകുന്നൊരു ഇമോഷൻ. നമ്മൾ കരഞ്ഞാൽ വി ഗോട്ട് എൻ്റർടൈൻഡ് എന്നാണ്. ഇംഗ്ലീഷ് പ്രൊഫസർ അത് പറയുമ്പോൾ അല്ലാതെ നമ്മൾ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ആസ്വാദിക്കുന്ന രീതിയാണല്ലോ വ്യത്യാസം. ഇപ്പോൾ ഫിനിക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് അതോട് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫിനിക്സ് ആണ് ഞാൻ ഏറ്റവും ഇമോഷണലി ഇപ്പോൾ ഏറ്റവും ചെയ്ത് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സീൻ കൊടുക്കേണ്ടത് എൻ്റർടൈൻമെൻറ്റ് അല്ലേന്ന് ചോദിച്ചാണ്. ദേ ഷുഡ് ഗെറ്റ് എൻ്റർടൈൻഡ് ബൈ ദ ഇമോഷൻ ഐ ട്രൈ ടു കൺവേ. അവർ കൂടിയിരുന്ന് കരയുവാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ ബാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. കല എന്തിനുപയോഗിക്കും? റൈറ്റേഴ്സ് കവിത എഴുതുന്നത് ചില കാര്യങ്ങൾ പറയാനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചിങ് ഉണ്ടാവണം നിർബന്ധമൊന്നും അല്ല. ഡിപ്പെൻസ് ഓൺ ദ ചോയ്സ്, ഡയറക്ടർ എന്തോ ചൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പം പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയാണ് ബ്രോ ചോദിക്കുന്നത്, എനിക്കറിയാം. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി ഒരു സാധനം ചെയ്യാൻ പറ്റുമോ? നന്മ നിറഞ്ഞ പടമായിരിക്കണം എന്ന് എനിക്ക് അഭിപ്രായം. പൂർണ്ണമായും നന്മ പറയുന്ന അങ്ങനെ അല്ലെ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന കൂട്ടത്തിൽ ആളുകൾ പറയുന്ന പ്രധാന പ്രശ്നം അതിന്റെ പ്രോട്ടഗോണിസ്റ്റ് പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ളതാണ്. സോ അത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ തന്നെയാണോ? അതിന്റെ പ്രൊട്ടാഗണിസ്റ്റിന് വേരിയേഷൻ ഉണ്ടായിക്കൂടെ? ഒരു ലീഡ് ചെയ്യുന്ന ഒരാൾ നന്മ ഉണ്ടാവണമെന്ന് നമ്മൾ പഴയ ഒരു വേർഷൻ ഉണ്ട്. ലീഡ് ചെയ്യുന്ന ആൾ നന്മയുള്ളതായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഹീറോസ് മാത്രമല്ലല്ലോ വരുന്നത്. ഉറപ്പായിട്ടും ആ സിനിമയെ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്ന ഇവോക്ക് ചെയ്യുന്ന ഇമോഷൻ ക്യാരി ചെയ്യുന്ന ആരാണോ അയാളാണ് ലീഡ് ചെയ്യുന്നത്. അത് കൊണ്ടുവന്ന് ഇവോക്ക് ചെയ്യുന്ന ഇമോഷൻ ഭയങ്കര ജാറിങ് ആണ്, ഭയങ്കര ഗോറിയാണെങ്കിൽ അതാണ് ട്രൈ ചെയ്യാൻ നോക്കുന്ന ലീഡ് ക്യാരക്ടർ. അപ്പം അതൊക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ആളുകളെ. ഗ്രേറ്റ്. ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിൽ ഓക്കെ, അതിനു മുമ്പ് എനിക്കൊരു സെഷൻ ഉണ്ട്. കാരണം സെഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ അതിലേക്ക് കടന്ന കുറച്ച് ചിലപ്പോൾ സീരിയസ് ആയി പോയാലോ. ഞാൻ ഫിനിക്സിൻ്റെ ഇൻ്റർവ്യൂവിൽ ആളോട് ചോദിച്ചിരുന്നു, ആളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയില്ല അല്ല, കുറച്ച് നാൾ മുമ്പത്തെ കാര്യങ്ങൾ അറിയാം. എല്ലാവർക്കും അറിയാം. ഓക്കെ ഫൈൻ. അപ്പോൾ ആള് നന്നായിട്ട് കവിത പറയുന്ന ആളാണ്, സാഹിത്യം സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അന്നൊരു കവിത 2 വരി. അപ്പോൾ ആള് പറഞ്ഞു ഇല്ല, അപ്പോൾ എന്തായാലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ദിവസത്തിന് പ്രത്യേകതയുണ്ട്. അല്ല, ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ ജൂൺ 19-നാണ്. എന്താ പ്രത്യേകത എന്ന് പറയും? ഇന്ന് വായനാ ദിനമാണ്. അപ്പോൾ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു ആൾക്ക് ചിലപ്പോൾ ഇത് എളുപ്പമാവും. ഇത് സിമ്പിൾ സാധനമാണ്. ഇത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ സങ്കല്പകാന്തി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും അടർത്തിയെടുത്ത വ്യാമൂഢൻ എന്ന കവിതയാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് ഇതൊന്ന് വായിച്ച് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളുടെ പരീക്ഷണം നോക്കി നോക്കി സിമ്പിൾ സാധനം കൊണ്ടുവന്ന കേട്ടോ. എന്താ കൊണ്ടുവന്ന്?
ടങ് ട്വിസ്റ്റർ അല്ല, കവിത ആക്ച്വലി അങ്ങനെയാണ്. അന്നാ ഒന്ന് വായിച്ചതാടാ, ദേ ഇവിടെ മനസ്സിലാവട്ടെ കൊടു, ഞങ്ങൾക്ക്. ഇവിടെ കൊടു. വ്യാമൂഢൻ. കണ്ടോ? വ്യാമൂഢൻ. അല്ല അത് അയ്യോ ഹെഡിങ് വായിക്കാനല്ലേ. ഒരു മിനിറ്റ്. അവളൊരു രശ്മി പോലൻ കുടിലിംഗല വിരളശ്രീ പൊഴിച്ചെത്തി അതെ ഇവിടെ കേട്ടോ കേട്ടോ. ഇല്ല ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ വായിക്കുന്നു നോക്കുവായിരുന്നു. ഇരുളിലടിഞ്ഞൊരൻ ചിന്തകളൊക്കെ എന്നൊരു നവകാന്തിയിൽ മുങ്ങി ഞൊടിയുടെ ഏതോ പുളകാങ്കുര പടി മുടിയിട്ടു ഞാൻ മൂടി എൻ്റെ അമ്മയാ മൂടി. വായിക്കാൻ ഇങ്ങനല്ല, പുളകാങ്കുര പുതപ്പടി മൂടിയിട്ടു ഞാൻ മൂടി. അത് വായിച്ച് തെറ്റിട്ട് വേണം ഞങ്ങൾക്ക് അത് തമ്മിലാക്കാൻ. എന്താണ് അത് വായിച്ച് തെറ്റുന്ന വേണം തമ്മിലാക്കാൻ. തെറ്റൊന്നുമില്ല. അല്ല പറഞ്ഞപ്പോ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച പിള്ളേരെ. അഭിരാമായണവളെങ്കിലും കുറച്ച് വെച്ചിട്ടില്ലേ? കഷ്ടമൊരായിരുന്നു. അഭിരാമായണമല്ല, അഭിരാമയാണവളെങ്കിലും അഭിരാമായണമല്ല, അഭിരാമയാണ് അവളെങ്കിലും. അഭിരാമിയാണവളെങ്കിലും ഒരു അഭിസാരികയായി. കഷ്ടമൊരഭിസാരികയായി. കനകവിദ്യുല്ലത പോലെ യക്കാമത കവന വിലാസിനി പോയി. ബെറ്റർ തരമായി വേൾക്കാനോ ഒരൊറ്റ നിമേഷം അത്തര വളച്ചാർത്തിൻ കിലുക്കം നുകരുവാന നെടുവീർപ്പുകൾ വീശിയ മൃഗമത സൗരഭലേശം മതഭരിത കുലമേൽക്കുവാനോ മലി മൃദുല വസ്ത്രാഞ്ജല സ്പർശം അമേ സകല അനുമോഹൻ വേണ്ടി രണ്ടുപേരും നമ്മളിത് കവിത വെച്ച് കഴിയുന്നു മൊത്തം. വായനാദിനായിട്ട് എന്തെങ്കിലും വായിക്കണ്ടേ? സകലവും അത്യന്ത മോഹനമാമൊരു സലില രേഖോപമസ്വപ്നം പരമ നിശൂന്യത കാൽകഷ്ണം കാട്ടിയ വെറുമൊരു വിഭ്രമചിത്രം പരിചില എന്നുമെൻ സ്വന്തമാക്കിയിടുവാൻ കരുതിയ ഞാനെന്തു മൂഢൻ. ഞാൻ വായിച്ചു. ഞാൻ ആദ്യത്തിലേ വായിച്ചിട്ട് അവള് വായിച്ചു. അന്ന് വായിച്ചില്ല, ഞാൻ വായിച്ചതാ. അവിടെ കൊടുക്കും ഇല്ലെന്ന് വായിച്ചതായത് ഞാൻ കേട്ടു. നമ്മളാരും കേട്ടില്ലല്ലോ. അവനിപ്പോ കരയുക. ഇംഗ്ലീഷ് ഒരു പാരഗ്രാഫ് വായിച്ചെന്ന് ഞാൻ കേട്ടില്ല. പാരഗ്രാഫ് അല്ല, പാരഗ്രാഫ് നല്ലതിനും പറയാ. അതാണ് ഇത് ഞാൻ വായിച്ചു. നമ്മൾ ഒരുമിച്ച് വായിച്ചല്ലേ? ഒരുമിച്ച വായിച്ചത്. അതാണ് കഴിക്കണം. ഓക്കെ നല്ല കേട്ടോ. ഇത് കയ്യിൽ വെച്ചോ. അതിങ്ങോട്ട് അടുത്ത പാർട്ടിക്ക് നമുക്കിത് വ്യാമൂഢൻ. അത് സങ്കല്പത്തിലെ വ്യാമൂഢൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്ക് ടു സിനിമ. അതിഥി രവി എന്ന നായിക നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടു. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നായികയാണ്. അപ്പോൾ നമുക്ക് മുമ്പിലേക്ക് വരുന്ന കഥാപാത്രങ്ങളില്ലേ, ഈ കഥാപാത്രങ്ങളെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. അതായത് ഒരു കഥാകൃത്തോ സംവിധായകനോ നമ്മളോടൊരു കഥ പറഞ്ഞാൽ ആ കഥക്ക് ആ കഥാപാത്രത്തിൽ മനസ്സിൽ രൂപീകരിക്കുന്ന ഒരു സമയമില്ലേ, അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അത് ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്ററും നമുക്ക് കഥ പറഞ്ഞു തരുമ്പോൾ തന്നെ നമ്മളായിട്ട് ഒരെണ്ണം സങ്കല്പിക്കാറുണ്ട്. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. അത് നമ്മൾ ചിലപ്പോൾ കണ്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒബ്സർവ് ചെയ്ത് വെച്ച ആളുകളൊക്കെ ഓർമ്മ വരുള്ളൂ. പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഈ റൈറ്ററും ഡയറക്ടറും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞു തരുമ്പോൾ പിന്നെ അതിനനുസരിച്ച് ഞാൻ ഡയറക്ടറും റൈറ്ററും പറയുന്ന അനുസരിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഡയറക്ടേഴ്സ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലാതെ മാറി പോയി ഫുൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കൂടെ അഭിനയിക്കുന്നവരും അല്ലെങ്കിൽ ഡയറക്ടറും ഞാൻ എന്താണോ ഡയറക്ടറും റൈറ്ററും പറയുന്നത്, എന്താണോ അവർക്ക് വേണ്ട, അവരുടെ കഥാപാത്രം ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ അത് ഇതുവരെ എനിക്ക് ഭയങ്കര ഭാഗ്യം തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡുള്ളൂ എനിക്ക്. ഫൈൻ. അനുബ്രോ, ഇപ്പോൾ CPO സുജിത്ത് ഭയങ്കര ഒരു ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമാണ്. അതുപോലെ തന്നെ തീവ്രത്തിലെ ആ ഒരു വില്ലൻ കഥാപാത്രം. അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ശരിക്കും ആദ്യം സിനിമയോട് വലിയ താല്പര്യമില്ലാത്ത ഒരാൾ പിന്നീട് സിനിമയുടെ രുചിയും അല്ലെങ്കിൽ സിനിമയോട് താല്പര്യമില്ല, അങ്ങനല്ല, അഭിനയത്തോട് വലിയ താല്പര്യമില്ലാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഓക്കെ. അപ്പോൾ പിന്നെ ആള് ഒരു രാഗമിനിക്ക് എടുത്ത ഒരു പരുവത്തിലാക്കിയതാണല്ലോ സിനിമ ശരിക്കും. അപ്പോൾ നമുക്ക് മുമ്പിലേക്ക് വരും, ഇപ്പോൾ ഞാൻ അതിഥിയുടെ ചോദ്യത്തിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. നമ്മൾക്ക് മുമ്പിലേക്ക് വരുന്നൊരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു നടനായിരിക്കെ, ഇപ്പോൾ അല്ല പൊതുവെ ജനറലി ചോദിക്കുകയാണ്, ഇപ്പോൾ ചന്ദ്രബോക്ക് ആൻസർ പറയാം. നമുക്ക് മുമ്പിൽ വരുന്നത്, ഇപ്പോൾ ഞാനൊരു ആങ്കറാണ്, ഇദ്ദേഹം ഒരു ക്യാമറമാനാണ്, അല്ലെങ്കിൽ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ആളാണ്, ഇവിടെ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകളെ ഇൻറ്റൻഷനലി ഒബ്സർവ് ചെയ്യാറുണ്ടോ? അതായത് ഞാനൊരു സിനിമ സ്വാഭാവികമായിട്ടും നാളെ ഒരു നാളത്തെ എനിക്ക് അഭിനയിക്കേണ്ടി വരും എന്നർത്ഥത്തിൽ ഇൻറ്റൻഷനലി ചെയ്യാറുണ്ടോ ഒബ്സർവേഷൻ? അതൊരു ആ നമ്മൾ കാണുന്ന വ്യക്തിക്ക് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ നല്ല പ്ലസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്തോ
പ്രത്യേകതയുണ്ട് അയാളുടെ ചേഷ്ടകളിൽ, സംസാരത്തിൽ, അയാളുടെ അപ്രോച്ചിൽ, അയാളുടെ വേഷവിധാനത്തിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ നോട്ടീസ് ചെയ്യും. അത് നാളെ ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനാണെന്ന് വെച്ചാൽ അത് ലേറ്റർ ഓൺ എന്തെങ്കിലും നമുക്കൊരു സാധനം കൺസീവ് ചെയ്യുമ്പം എവിടെയെങ്കിലും റെഫറൻസ് നോക്കാൻ പറ്റിയ മെമ്മറി ആയിട്ട് കിടക്കും. പക്ഷെ അത് പേർപ്പസ്ലി ഞാനൊരു സിനിമ നടനായതുകൊണ്ട് ഞാൻ ഇയാളെ പഠിക്കുന്നു എന്ന് അതില്ല, അങ്ങനെയില്ല. ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒബ്സർവേഷൻ എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിനായാലും മറ്റ് ആർട്ടിസ്റ്റുകൾക്കായാലും അതിങ്ങനെ നാച്ചുറലി നമ്മളത് സ്വാഭാവികമായിട്ട് നമ്മളത് ചിലർ ഇഗ്നോർ ചെയ്യുന്ന, ചിലരത് ഭയങ്കര ശ്രദ്ധിക്കാതെ വിടുന്ന ചില പരിപാടികൾ നമ്മളെ ഒന്ന് ക്യാച്ച് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോയിരുന്നിട്ട് നമ്മളത് റിക്കളക്ട് ചെയ്തിട്ട് കൂട്ടുകാരുമായിട്ട് പറയുന്നത്. ആ ഒരു അത് 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 നമ്മളത് ഗോസിപ്പ് പറയുന്നതല്ല, പയ്യനില്ല അതില്ലേ എന്തൊരു പരിപാടി. ചിലപ്പോൾ ചിരിക്കാം, ചിലപ്പോൾ കളിയാക്കാം. അയാളെ ഡയറക്റ്റായിട്ടല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിന് പറയുന്ന കാര്യം നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. അത് ലേറ്റർ ഓൺ യൂസ് വരാം. ശരി. ഇപ്പോഴത്തെ ഈ ഒരു നിരൂപക വൃന്ദം ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഈ ആളുകൾ സിനിമയെ ശരിക്കും ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ ഈ പ്രോട്ടഗോണിസ്റ്റിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി. അപ്പോൾ അതല്ലാതെ തന്നെ ആളുകൾ ഇപ്പോൾ ഞാൻ ഈയിടെ കേട്ടൊരു എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഇതായിട്ട് തോന്നിയൊരു സംഭവമാണ് ജയിലർ സിനിമയിൽ ലാലേട്ടൻ ലാസ്റ്റ് ആ ലോറിയുടെ അവിടെ വന്ന് എന്തിനാ ലാലേട്ടൻ അങ്ങനെ നിൽക്കുമോ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ സിനിമയെ സസൂക്ഷ്മം ഇപ്പോൾ ചന്തുവാൻ്റെ വീട് തന്നെ കടയെടുത്താൽ പോസ്റ്ററിനെ വരെ ജഡ്ജ് ചെയ്യുന്ന ഒരു ക്രിട്ടിക് ഓഡിയൻസ് നമുക്കുണ്ട്, അത് നല്ല കാര്യം. പക്ഷേ അതല്ലാതെ ഇങ്ങനെ റിവ്യൂവേഴ്സ് ആണെങ്കിലും കേവലം റീച്ചിന് വേണ്ടിയിട്ട് അവർ ഒരു തറായിട്ട് അത് അജണ്ടയായിട്ട് അത്തരം നിരീക്ഷിച്ച് വിമർശിക്കുന്നതിനൊപ്പം എന്താ പറയുക? They have the freedom to do that. ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ടല്ലോ എല്ലാവരും, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു എനിക്ക് തോന്നുന്നൊരു ട്രെൻഡ്. ഇതിപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വളർന്നു. എവ്രി വൺ ഹാസ് ആക്സസ്. അഭിപ്രായം പറയാം, വിഷ്വൽ വഴി പറയാം, എഴുത്ത് വഴി പറയാം, പോസ്റ്റ് വഴി പറയാം, എന്തും ആവുമല്ലോ, റിയാക്ഷൻ വീഡിയോസ് വഴി പറയാം, ക്രിറ്റിസിസം വീഡിയോസ് വഴി എന്ത് വേണോ ചെയ്യാം. അപ്പം അങ്ങനെ സ്കോപ്പ് ഇങ്ങനെ കിടക്കുമ്പം സ്വാഭാവികമായിട്ടും അവർ നമ്മൾ ഫോണിലേക്ക് നമുക്ക് എപ്പോൾ വേണോ ഒരു വീഡിയോയിൽ ആക്സസ് ഉള്ളൊരു സമയത്ത്. പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി ഇത് കണ്ട് അത് അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഷിയർ എൻ്റർടൈൻമെൻറ്റ് പോയി കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു, മറക്കുന്നു, അതിനെപ്പറ്റി പിന്നെ സംസാരിക്കുന്നതിൻ്റെ പാട്ടുകൾ പാടുന്നുള്ളതല്ലാതെ ഇപ്പോൾ ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ OTT ഒരു നമ്മുടെ മൊബൈലിനകത്ത് ഈ കോണ്ടന്റുകളൊക്കെ ഇന്നെ ദിനം പ്രതി അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്തൊരു സാധനം കണ്ടുപിടിക്കാൻ സസൂക്ഷ്മം ഇരിക്കുന്ന ഒരാൾക്ക് പറ്റും. അതൊരു നമ്മളാരും മണ്ടന്മാരല്ല, മലയാളികളായാലും ഏതൊരു ഓഡിയൻസും മണ്ടന്മാരല്ല. ആ പറയുന്ന ഒരു വാലിഡ് പോയിന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഉള്ള സെൻസൊക്കെ ഉള്ളവരാണ് എല്ലാവരും. അത് വെറുതെ പറയുന്നതാണോ, അത് അങ്ങനെയൊക്കെ നോക്കണോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. ബ്രോ പറഞ്ഞ പോലെ അങ്ങനെ നോക്കണ്ടായിരിക്കാം. പക്ഷേ ഹീ ക്യാൻ ഓർ ഷീ ക്യാൻ സേ ദാറ്റ്. അതിനൊരു പ്രശ്നവും ഇവിടെ ഇല്ല. അതൊരു സിനിമ എഫക്റ്റ് ചെയ്യണോ, അത് നമ്മളെ നാളത്തെ നമ്മൾ സൂക്ഷിച്ച് അതൊക്കെ ശ്രദ്ധിക്കണോ, അങ്ങനെ ഒരു ആർട്ട് ഉണ്ടാക്കി ഒക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങനെയാണ് നാളെ ഇതിനെപ്പറ്റി അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ അതിലൊന്നും പ്രശ്നവുമില്ല, ഒന്നും വലിയ നമ്മളെ സാരമായി ഏതെങ്കിലും ആർട്ടിനെ ബാധിക്കുന്ന കാര്യമല്ല. നല്ല വിമർശനം നല്ലതായിട്ട് തന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ ഭയം നല്ലതാണ്. അതൊരു ക്രിയേറ്ററിന് അതൊരു പ്രത്യേകിച്ച് ഒരു പൈസ ഇൻവോൾവ് ആയിട്ടുള്ള നമ്മൾ ജനങ്ങളെ നിന്ന് കുറച്ച് പൈസ വാങ്ങി നമ്മൾ അത് കാണിച്ച് പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിക്ക് ഇവർ പറയുന്ന നല്ല വിമർശനങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ അടുത്ത പടം ചെയ്യുമ്പം ഇപ്പം നമ്മളൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി സ്വാഭാവികമായിട്ടും വളരെ നാച്ചുറലായിട്ട് നമ്മളെ ചോദ്യങ്ങൾ ഇത് വരുന്നുണ്ട്. ഇത് നാളെ പ്രശ്നമാവുകയും ഇത് നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ അവരങ്ങനെയല്ലേ ഓഡിയൻസ് കാണുന്നത് എന്നൊരു ഭയങ്കര സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട്. ആ സ്ക്രൂട്ടിനി ഈസ് ഗുഡ്. എല്ലാ വായുത്തോന്നതൊക്കെ വിളിച്ച് അവിടെ പറഞ്ഞു വെക്കാതിരിക്കാൻ അതൊരു തടയാവും. ഓക്കെ. അപ്പോൾ ഡയറക്ടറെ പറ്റി പറയും. ഒരു പുതുമുഖ ഡയറക്ടറാണ്, അദ്ദേഹം തന്നെയാണ് കഥയും അല്ലേ? സോ അദ്ദേഹത്തെ പറ്റി പറയും. അതുപോലെ തന്നെ ലണ്ടനിലെ ഷൂട്ടിങ്ങിനെ പറ്റി പറയും. ഡയറക്ടർ ബിനോ അഗസ്റ്റ് എന്ന് പറയുന്ന ആളാണ്. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ 7-8 വർഷമായിട്ട് സിനിമ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, എനിക്കൊന്ന് ചെറുപ്പത്തിലേ പുള്ളിക്ക് സിനിമയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഈ സ്ക്രിപ്റ്റുമായിട്ട് എനിക്കൊന്ന് 7-8 വർഷമായിട്ട് പുള്ളി അതിൻ്റെ ഓരോ ഫൈൻ ട്യൂണിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് 2020 ഈ കഥ പറയുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് ഇഷ്യൂസ് വരുന്നു, പിന്നെ യുക്രൈൻ വാർ കാരണം വിസ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇത്. ഒരു പോയിന്റിൽ നമുക്കിത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതിയോ, നമുക്കിത് ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ ഉള്ള സ്റ്റേജിലൂടെയൊക്കെ വന്നു. പിന്നെയും അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാവരും ക്ലബ് ചെയ്യുന്നു, നമ്മളെപ്പോലുള്ള സുഹൃത്തുക്കൾ എല്ലാവരും വരുന്നു, നല്ല നല്ല ആൾക്കാരെ ക്ലബ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെയാണ്. അപ്പം അത്രയും ഈ സിനിമ നന്നാവാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത ഒരാളാണ് പുള്ളി. തന്നെയാണ് അത് എഴുതിയിരിക്കുന്നതും. ബിനോ ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും ഇൻസിഡൻസും ഒക്കെ ഈ സിനിമയിലുണ്ട്, റിയൽ ലൈഫ് ഇൻസിഡൻസും പരിപാടികളൊക്കെ. അപ്പം അത്രത്തോളം ഈ സിനിമ മനസ്സിലുള്ള ഒരാളാണ്. അപ്പം പുള്ളി തന്നെ അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. പുള്ളി അത് മാക്സിമം ഒരു കോംപ്രമൈസ് ചെയ്യാതെ, ഇപ്പോൾ ലൊക്കേഷൻ വൈസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലും ടെക്നീഷ്യൻസ് വൈസ് ആണെങ്കിലും എല്ലാം
നല്ല ആൾക്കാരെ ആ സിനിമയ്ക്ക് എത്രത്തോളം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുമോ അത്രയും ഇൻപുട്ട് എടുത്ത് തന്നെ ചെയ്തിട്ടുള്ളത്. നല്ല മനുഷ്യനുമാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഇപ്പോൾ അവിടുത്തെ ഷൂട്ടിംഗ് സംഭവം എങ്ങനെയാണ്? എന്തെങ്കിലും ഫൺ പരിപാടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഷൂട്ടിങ്ങിനിടയിൽ എന്തെങ്കിലും? അല്ലേ, ഞാൻ ഈ വിനോദ് ചേട്ടനെ തന്നെ പറയേണ്ടി വരും അവിടുത്തെ ഷൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ. കാരണം ഒന്നിനും ഈ പറഞ്ഞ പോലെ കോംപ്രമൈസ് ചെയ്യാതെ ആൾക്ക് എന്താ വേണ്ടത്, ഇപ്പോൾ ലൊക്കേഷൻ ആണെങ്കിലും ഈവൻ മറ്റ് ഇപ്പം കുറേ നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൊക്കേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നം ആർട്ടിസ്റ്റുകളും ചിലപ്പോൾ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ ലൊക്കേഷൻ കിട്ടാറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷനിലുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് വിനോദ് ചേട്ടൻ ഞങ്ങളത് അറിയിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. ഇവൻ ഞങ്ങളുടെ സെറ്റിൽ പോലും ഒരു മോഷണമൊക്കെ നടന്നായിരുന്നു. ഇങ്ങനെ അതായത് ഒരു ദിവസം ഞങ്ങൾ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ വലിയ യൂണിറ്റ് വണ്ടി അതിനകത്താണ് ഫുൾ മേജർ മോഷണമായിരുന്നു. അത് മേജർ മോശം, അത് എക്യുപ്മെന്റ്സ് പരിപാടികൾ കംപ്ലീറ്റ്. അപ്പം നമ്മൾ ഒരു 10-20 ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ യൂണിറ്റ് വണ്ടിയിൽ ഒരു പാകിസ്ഥാനിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം അവനൊരു ബ്ലാക്ക് ജാക്കറ്റും ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്നും കാണും. എന്നും ഞങ്ങൾ രാവിലെ കാണും. ഞങ്ങൾ കയറുമ്പോൾ അവൻ കസര ഇരിക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ് മോർണിംഗ് പറയും. ഭയങ്കര പാവ ഒരു മനുഷ്യൻ. ഒരു ദിവസം അവൻ വണ്ടി അടിച്ചോണ്ട് പോയി, ഫുൾ യൂണിറ്റ് വണ്ടി കൊണ്ടുപോയി. അവൻ ഏകദേശം നമുക്ക് ഒരു 1 CR നമ്മുടെ ഇവിടുത്തെ വില വരുന്ന എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് സാൻഡ് ബാഗ് അടക്കം വണ്ടിയോടെ പോയി. UK ആണ്, വണ്ടി പിടിക്കാൻ പറ്റിയില്ല ഇതുവരെ. അല്ല, എന്നിട്ട് ഏതോ ഒരു സമയത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വണ്ടി അബാൻഡൻഡ് ആയിട്ട് ഏതോ ഒരു സ്ഥലത്ത് കിടക്കുന്ന സാധനങ്ങളൊന്നുമില്ല. കേരള പോലീസൊക്കെ ആലോചിച്ചു എന്ത് സാധാരണ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ പരിഗണിക്കാതിരുന്നാണോന്ന് അറിയില്ലല്ലോ നമ്മൾ. അങ്ങനെ ഉണ്ടോ? ചെറിയ രീതിയിൽ അങ്ങനെ ഉണ്ട്, പരിഗണിക്കൂല. എനിക്കിപ്പോ ഒരു നഷ്ടം തോന്നില്ല UK വരാത്ത. കേരളം, ഞങ്ങളുടെ കേരളം, കേരള പോലീസ് അടിച്ചു പൊളിക്കാം. എല്ലാം ഇങ്ങനെ അല്ല. അപ്പോൾ അത് മോഷണം നടന്നിട്ടും ഞങ്ങളപ്പോൾ വിചാരിക്കുന്നു ഓക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ തിരിച്ചു പോകേണ്ടി വരും, എല്ലാം തിരിച്ചു നമുക്ക് പോവാ കഴിഞ്ഞു പരിപാടി എന്ന് പറഞ്ഞിരിക്കുമ്പോഴും പക്ഷെ ആള് വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഷൂട്ട് ഉണ്ട്. ഓവർനൈറ്റിൽ ആള് ഇതെല്ലാം പുള്ളി അന്ന് ഉറങ്ങാതെ ബാക്കി ഇവിടെ നിന്നൊക്കെയോ ക്യാമറയും ലെൻസും എക്യുപ്മെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നു നമ്മള് ലാലേട്ടന്റെ മറ്റേ ഉസ്താദ് പടത്തില് പോലെ വേറെ എന്തോ പരിപാടി ഇവിടെ വരുമ്പം ഭയങ്കര മറ്റേ ടീഷർട്ട് ഇതൊക്കെ ഇട്ട് അവിടെ ചെന്നിട്ട് വേറെ റിലീസ് കഴിഞ്ഞിട്ടാണ് UK ഒന്നും കൂടെ പോകുന്നത്. വിനോയേട്ടാ തോക്കൊക്കെ വെച്ച്. പക്ഷെ അങ്ങനെ ഒരാളെയല്ല, ഭയങ്കര പാവാണ്. ഇതുവരെ ഞങ്ങളുടെ അറിവിൽ പാവാണ്. എനിക്കറിയില്ല ഇനി അങ്ങോട്ട് എന്താണ്. അപ്പൊ പക്ഷെ ഈ ഡയറക്ടർ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഒന്നും അങ്ങനെ ഇല്ല. നമുക്ക് എന്തും പറയാം. ഞാൻ എന്ത് കംപ്ലൈന്റ്സ് ഒന്നും വിനോദ് ചേട്ടനെ വിളിച്ചിട്ടാണ് പറയുന്നത്. എന്തായിരുന്നു പ്രധാന കംപ്ലൈന്റ്? അല്ലല്ല, അവിടെ നമുക്ക് പ്രൊഡക്ഷനൊക്കെ അതും പിന്നെ അവരുടെ കഷ്ടപ്പാടാണ്. കാരണം ഇവിടെ നിന്ന് നമുക്ക് ഈ പ്രൊഡക്ഷൻ തരുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളൊന്നും അവിടെ ഇല്ല. ഇവരുടെ ഫ്രണ്ട്സ് തന്നെ നമുക്കൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഈവൻ ട്രാവൽ ആണെങ്കിലല്ല. അപ്പോൾ ചില സമയത്ത് ഫുഡൊക്കെ ഇത്തിരി ലേറ്റ് ആവുമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ വിശന്നൊക്കെ ഞാൻ ഡയറക്റ്റ് വിനോദ് ചേട്ടനെ വിളിക്കുന്നത്. ഇതുവരെ നമ്മളൊരു ഡയറക്ടർ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഫുഡ് കിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും ഞാനൊരു ഡയറക്ടർ നേരിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പൊ അത്രയും ആ ഒരു ടീം ഒരു ഫാമിലി ഒരു ഇതിലാണ് ആ ഷൂട്ട് നടന്നത്. അപ്പൊ എനിക്ക് അതൊക്കെ വിളിച്ച് പറയാനുള്ള ഒരു അപ്പൊ അത്രയും ഒരു പാവ മനുഷ്യൻ. നാടൻ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോ വീടുകളിൽ നിന്ന് കുക്ക് ചെയ്തൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുതരും. എനിക്ക് തോന്നുന്നു കുറെ മലയാളീസ് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് നിന്ന് അവരൊക്കെ മലയാളീസ് ആണ്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടൊക്കെ അവരുടെ ഫുഡൊക്കെ ചോദിച്ച് മേടിച്ച നമ്മുടെ നാട്ടിലെ ഫുഡ്. ഇവരുടെ ലൊക്കേഷൻ പിക്ചേഴ്സ് മറ്റേ ഇതൊക്കെ വീഡിയോസ് ഒക്കെ ചുമ്മാ കാണുമ്പോൾ ഒരു UK സിറ്റിസണും ഇല്ല. ഇവർ മലയാളികളുടെ ഒരു കോളനി ഉണ്ടാക്കിയിട്ട് അവിടെ മലയാളികളുടെ കോളനി ഒന്നല്ല, കോളനി എന്നുള്ള പദം ഇപ്പൊ മാറിയില്ല. കോളനി എടുത്ത് മിനിസ്റ്റർ അത് മാറ്റി ആ കോളനി അങ്ങനെയല്ല. നല്ലതായിരുന്നു മൊത്തം. അല്ല, ഞാൻ പറഞ്ഞത് അവര് ഇംഗ്ലീഷുകാരെ നമ്മളെ കോളനൈസ് ചെയ്തായിരുന്നു കുറച്ച്. ഇത് മലയാളി അവിടെ പോയി ഒരു കോളനൈസ് തിരിച്ചു പണിയെടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് അതിഥി ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ സ്ത്രീ ആർട്ടിസ്റ്റുകളോടും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വന്നൊരു ചർച്ചയായിരുന്നു ദ വുമൻ ഇൻ മലയാളം സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ്. എനിക്കൊന്ന് കേട്ടിട്ടുണ്ടാവാൻ മേബി. അപ്പോൾ എന്താണ് അത്തരം കമൻറ്റുകളോട്? ശരിക്കും അങ്ങനെ ഒരു സ്ത്രീകളെ തഴയുന്ന ഒരു സമ്പ്രദായം ഉണ്ടോ മലയാള സിനിമ? ജൂപ്പിറ്റർ പോയിട്ട് വരാം ഇപ്പം.
ഈ സിനിമ കാണിച്ചു കൊടുത്താൽ മതി തവണ. ഞാനിതിലിപ്പോൾ തഴഞ്ഞപ്പെട്ടിട്ടില്ലല്ലോ. എൻ്റെ ഉത്തരം ബിഗ് ബൻ. ഞാൻ അതായത് ഇപ്പൊ ചില സിനിമകളിൽ സ്ത്രീകൾക്ക് കഥാപാത്രം വാല്യൂ ഇല്ലെങ്കിൽ പിന്നെ അത് വിളിക്കാതിരിക്കാന്നുള്ളതാണ്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഒരു സ്ത്രീ ഇല്ലല്ലോ, പക്ഷെ പടം ഹിറ്റല്ലേ. അപ്പം ചെയ്യുകയാണെങ്കിൽ നല്ലത് തരണം, അല്ലാതെ വെറുതെ ഒരു പേരിന് നിൽക്കുന്നതിന് നല്ലത് ഇല്ലാതിരിക്കുന്നതെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. ഇപ്പം സിനിമ എല്ലാവരും എന്താ പറയുക വളരെ കണ്ടന്റ് ബേസിലാണ് പോകുന്നത് ഷൂട്ടെല്ലാം. അല്ലാതൊരു എന്താ പറയുക മസാല ആക്കണം അല്ലെങ്കിൽ ഇന്നൊരു സീനാക്കണം അങ്ങനത്തെ ചിന്തയിൽ ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ ഒത്തിരി മാറ്റം ഉണ്ടത്. അപ്പം അതുകൊണ്ട് എന്താണോ സിനിമയ്ക്ക് ആവശ്യമുള്ളത് അതാണ് ഫോളോ ചെയ്യുള്ളൂ. സിനിമ ഇപ്പോഴും അതിങ്ങനെ എന്താ പറയുക അത് അതിൻ്റെ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കില്ല, എന്തൊക്കെ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞാലും സിനിമയ്ക്കൊരു ട്രാക്ക് ഉണ്ട്. അത് ചിലപ്പം ഓരോ സീസൺ വരുമ്പോൾ മാറ്റങ്ങളുണ്ടാകും. അത് അക്സെപ്റ്റ് ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇതിലില്ല പറയാനായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ചെയ്തത് വളരെ ശക്തമായ കഥാപാത്രത്തിലുള്ള എന്താ പറയുക ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഞാൻ ബിഗ് ബെന്നിൽ ചെയ്തിരിക്കുന്നത്. അപ്പം അതുണ്ട്. അപ്പോൾ ഉള്ളപ്പോൾ ഒരു ഉണ്ടാകും ഇല്ല അത് നമ്മൾ അതിനെ മാത്രം ഇങ്ങനെ കീൻ ഒബ്സർവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും പ്രശ്നമല്ലേ. അല്ല, അത് പറയുന്നത് കൂടുതലും സ്ത്രീകളാണ്, സ്ത്രീ പക്ഷത്തു നിന്നാണ് സംസാരം വരുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അത് ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാട് അതല്ല ഞാൻ പറയുന്നത്. അതവർ ചിലപ്പോൾ അവരെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഇപ്പം ഞാനും ഒത്തിരി സിനിമകൾ ചെയ്യുന്ന ആളല്ല, എന്നിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാനിവിടെ എത്രയോ വലിയ വലിയ സിനിമകളുടെ ഭാഗമായിട്ടിരുന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത്. എനിക്കും സിനിമകളിൽ തന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്കറിയാം. സിനിമ എനിക്ക് വരുന്നതാണെങ്കിൽ എനിക്ക് വരും. ഇതൊക്കെ ആഫ്റ്റർ ഓൾ ഇതൊക്കെ സിനിമ എന്ന് പറയുന്ന ഒരു നമ്മൾ 5 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ സിനിമ കിട്ടിയിരിക്കും എന്ന് പറയുന്ന ഒരു കോഴ്സല്ല സിനിമ എന്ന് പറയുന്നത്. ബാക്കി എന്തും ഡോക്ടറാണെങ്കിലും ബാക്കിയൊക്കെ ആവും, മെഡിസിൻ കഴിഞ്ഞാൽ ആവും, വക്കീലിന് പോയൊക്കെ ആവുന്ന. സിനിമയ്ക്ക് എന്ന് പറയുന്നത് അങ്ങനെ അതിനൊരു എന്താ പറയുക ഡെസ്റ്റിനി ആയിട്ടുള്ള വളരെ അങ്ങനത്തെ ഒരു മാജിക്കൽ വേൾഡ് തന്നെയാണ് സിനിമ. അത് നമ്മളെ തേടി വരുന്നതൊക്കെ നമ്മുടെ ഒരു ലക്ക് ഫാക്ടർ ഒത്തിരി ഉണ്ട് സിനിമയ്ക്കകത്ത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ചന്തു ബ്രോ, എന്താ ഡു യു തിങ്ക് ലൈക്ക് ഇപ്പോൾ സ്ത്രീകൾ ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉണ്ട്, വേറെ വുമൻ ഇൻ മലയാളം സിനിമ. അപ്പോൾ ഇപ്പോൾ അതിഥി പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമില്ല അല്ലല്ലേ, ഞാൻ ജസ്റ്റ് അഭിപ്രായം പറയാം. അപ്പോൾ ശരിക്കും എന്താ പറയുക, എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി മുതിരുക എന്നൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ടല്ലോ. അതായത് സ്ത്രീ സംവിധായകന്മാർ ഒരുപാട് ഉണ്ടാവുകയും സ്ത്രീ പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ടാവുകയും കഥാകൃത്തുക്കൾ ഉണ്ടാവുകയും അതൊന്നും ആളുകൾ കോട്ട് ചെയ്യാതെ അതൊന്നും എടുത്തു പറയാതെ ആളുകൾ സ്ത്രീകളെ കാണാനേ ഇല്ല എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ശരിക്കും അവർ ഇത്തരം കാര്യങ്ങൾ കൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു വാലിഡായിട്ട് തോന്നാം. സോ വാട്ട് ഡു യു തിങ്ക്? ഇത് രണ്ട് കാര്യമാണ്. സ്ത്രീപക്ഷ സിനിമ ഉണ്ടാവുന്നതും സ്ത്രീകൾ സിനിമ ചെയ്യുന്നതും രണ്ടാണ്. മറ്റത് വെറും എക്സ്ട്രീംലി മൂന്നാമത് നമ്മളിപ്പോൾ അഡ്രസ് ചെയ്യുന്ന വിഷയം രണ്ടോട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. സ്ത്രീകളുടെ പ്രസൻസ്, ഈ സ്ത്രീകളുടെ പ്രസൻസും സ്ത്രീപക്ഷ സിനിമയും സ്ത്രീ എടുക്കുന്ന സിനിമയും ഇത് മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ സ്ത്രീപക്ഷ സിനിമ ഉണ്ടാവണമെങ്കിൽ സ്ത്രീ വേണമെന്നില്ല, സ്ത്രീ ഡയറക്റ്റ് ചെയ്യണമെന്നില്ല, അത് ഒരു കാറ്റഗറി. പിന്നെ മറ്റത് സ്ത്രീകൾ ഡയറക്ടേഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ ഉണ്ടാകുന്നത് മലയാള സിനിമയാണ്. അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റൈറ്റേഴ്സ്, ഡയറക്ടോറിയൽ സെൻസ് ഉള്ള ഒരുപാട് സ്ത്രീകളുള്ള ഒരു ഇൻഡസ്ട്രി ആയത്. ഇപ്പോൾ അവർ പറയുന്ന ഇപ്പം ഇവിടെ എന്തുകൊണ്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സ്ത്രീകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, അത് സംഭവിക്കുന്നത് ഏറ്റവും നല്ല സംഭവിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. എങ്ങനെയെങ്കിലും ഒരു മുമ്പോട്ട് വന്ന് ഇത്രയും ശാക്തീകരിച്ച ഒരു സമൂഹം, അപ്പം അവർക്ക് മുമ്പോട്ട് വന്ന് എനിക്കൊരു സിനിമ ചെയ്യാൻ ഇപ്പോൾ വരാൻ പോകുന്നൊരു നമ്മളെ അല്ല അവറാൻ ഡയറക്ട് ചെയ്തൊരു ലേഡിയാണ്. അപ്പം നല്ല രസമല്ലേ ഇത് കേൾക്കാൻ. നമുക്ക് അവർ ടോവിനെ വെച്ചിട്ട് ഒരു മാസ്കുലിൻ ഐഡന്റിറ്റി ഉള്ള ഒരു ക്യാരക്ടറിനെ ഒരു സ്ത്രീ ടൈം ചെയ്യുന്ന എന്ത് രസമായിരിക്കും അത്. മറ്റേ അഭിപ്രായം, ഒരു സിനിമ കണ്ടതിൽ സ്ത്രീയില്ല, അതിൻ്റെ കൂടെ അടുത്ത സിനിമ ഇറങ്ങുന്നു, അതിൽ സ്ത്രീകൾ കുറവ്. ഇഫ് ദാറ്റ് കോണ്ടന്റ് ഡസന്റ് ഡിമാൻഡ്, വൈ ഡു ദേ ഫോഴ്സ് ഇറ്റ്? 4ാമത്തെ സിനിമ ഒരാൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരു കാമിക ഉണ്ടാവണം, അല്ലെങ്കിൽ അതൊരു സ്ത്രീ ആയിരിക്കണം ലീഡ് ചെയ്തിരിക്കണം, അതിലൊരു അമ്മ കഥാപാത്രം വളരെ സ്ട്രോങ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഓൺലി വെൻ ദ സ്റ്റോറി ഡിമാൻഡ്സ്. അല്ലാതെ അങ്ങനെ വളരെ കാടടച്ച് ഈ സിനിമയിൽ എവിടെ സ്ത്രീ എന്ന് ചോദിക്കുന്നതിൽ അങ്ങനെ ഒരു അതൊരു പ്രോബ്ലമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞതുപോലെ സ്ത്രീകൾ ഉണ്ടാകുന്നു, സ്ത്രീകൾ നല്ല വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമകൾ ഇനി നേരത്തെ നമ്മൾ സിനിമയുടെ കാര്യം ഫെലിക്സി പറഞ്ഞ പോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊരു ഫ്ലോ. അതെ, ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു അറിയോ, തിയേറ്ററിൽ ആളുകൾ കൂടുതൽ വരുന്നില്ല എന്നുള്ളതായിരുന്നു. ബട്ട് അപ്പോൾ ചന്ത് കറക്റ്റായി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, സിനിമകൾ മാറും, ഇനിയും തിയേറ്റർ ഫില്ലാവുന്നൊരു കാലം വരും. പക്ഷെ 2024 തുടക്കം തൊട്ട് ഹോപ്പ്ഫുള്ളി ഇന്ന് വരെ നമുക്ക് നിറഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇല്ലുമിനാറ്റി. ശരിക്കും ഇല്ലുമിനാറ്റി എന്താന്ന് എനിക്കറിയാം, അതൊന്നും എനിക്കറിയില്ല.
അല്ല നമുക്ക് ഇതിന് ശേഷം അതിനെക്കുറിച്ച് പ്രത്യേക സെഷൻ ഞങ്ങൾ ഇലിമിനാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ ഫൈൻ. സോ അനുബ്രോ, ഫൈനലി നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സിനിമ ആളുകൾ പ്രേക്ഷകർ കാണുമ്പോൾ എന്തൊക്കെ അവർക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരെ തിയേറ്ററിലേക്ക് അവരെ മടുപ്പിക്കാത്ത രീതിയിലുള്ള സിനിമ ആയിരിക്കും ഉറപ്പായിട്ടുമാണ്. ബട്ട് അതല്ലാതെ ആളുകളോട് എന്താണ് ഫൈനലി പറയാനുള്ളത്? ഇത് തന്നെ ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ അല്ലേ? ഫാമിലി ഡ്രാമ ത്രില്ലർ. ഈ പറയുന്ന പോലെ നെക്സ്റ്റ് എന്താ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സിനിമയാണെന്ന് ചോദിച്ചാലല്ല. ഈ ഇവരെന്ത് ചെയ്യും എന്നുള്ളതല്ലേ. ഈ എൻ്റെ ക്യാരക്ടറാണെങ്കിലും അതിഥിയുടെ ക്യാരക്ടറാണെങ്കിലും അവരിനി അടുത്ത സിറ്റുവേഷൻ എന്താ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, ഒരു ടെൻഷൻ ഓഡിയൻസിന് ഉണ്ടാവും. അപ്പം ആ ക്യാരക്ടർ സഞ്ചരിക്കുന്നതിനോടൊപ്പം അവർക്കും ഈ പറഞ്ഞ എൻ്റർടൈൻഡ് ആയിട്ട് ടെൻഷൻ അടിച്ച് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ തന്നെ അത് ഫൈനൽ ഔട്ടിൽ വന്നിട്ടുണ്ട് എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കി എല്ലാവരും 28 സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. മലയാള സിനിമയ്ക്കൊരു പുതിയ നായക നടൻ അവതരിക്കും. ഒരു കാര്യം പറയാൻ മറന്നു. അനുബ്രോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനുബ്രോയുടെ കമന്റുകളിലൊക്കെ വായിക്കാറുണ്ട്. അതിൽ എൻ്റെ പഴയ ക്രഷ് ആയിരുന്നു ചേട്ടൻ, എൻ്റെ പഴയ ക്രഷ് ആയിരുന്നു. അപ്പൊ ഞാൻ പഴയ ക്രഷ് ആയിരുന്നു എന്ന് പറഞ്ഞ ഇപ്പൊ അല്ലേ? അല്ല ഞാനത് എൻ്റെ പഴയ ക്രഷ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം പഴയ ക്രഷ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇപ്പൊ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ടാണ് അവർക്ക് പഴയ ക്രഷ്. എന്നാലും ക്രഷ് കുഴപ്പമില്ലല്ലോ. ഈ പ്രായമുള്ളടുത്ത് ക്രഷ് വന്നുകൂടെ? അതെന്താ 62 വയസ്സുള്ള അപ്പൂപ്പൻ്റെ അടുത്ത് ക്രഷ് വന്ന ആള്? അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഒരു റൊമാൻറ്റിക് പടമൊക്കെ ഇടയ്ക്ക് ഒരു റൊമാൻറ്റിക് സിനിമ ചെയ്ത് ഇതിലുണ്ടല്ലോ. ഇതിലെ ചില റൊമാൻസ് അല്ല ഒരു കംപ്ലീറ്റ് റൊമാൻറ്റിക് സിനിമ അങ്ങനെ ഒരു സാധനം പഠിക്കണം. ആ കണ്ണുകൾ ക്രഷുകളൊക്കെ തിരിച്ചു വരും. അല്ല ഒരു ക്രഷ് ചാക്കോച്ചനെ ചെയ്ത പടം പോലും അതേപോലെ ഒരു റൊമാൻറ്റിക് സാധനം പിടിക്കണം എൻ്റെ ഒരു ആഗ്രഹമാണ്. അതൊന്നും കേൾക്കുന്ന ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റൊമാൻസ് പിടിച്ച് ആളെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. ഞാൻ നേരത്തെ തൊട്ട് പറയുന്നത് ഒരു തിരക്കഥ വരും, ഒരു സംവിധാനം വരും. ഒന്നല്ല കുറെ വരട്ടെ, പക്ഷെ അത് വരില്ലേ? വരും. ഞാൻ പറഞ്ഞു ചില ആളുകളോട് നമുക്ക് ചെറിയ കണക്ഷൻ തോന്നും. ഓക്കെ, അപ്പോൾ സിനിമയെ പറ്റി പറയാം. നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഫൈനലി എന്താ പ്രേക്ഷകരോട് പറയാം? അല്ല, അനുചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ അത്രയും ഒരു ഈ പറഞ്ഞ പോലെ ഫാമിലി ഡ്രാമ ത്രില്ലർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ഫാമിലിക്കകത്ത് ഈ നാട്ടിലില്ലാതെ പുറത്ത് പോയി ജീവിക്കുന്ന ഒരു ഫാമിലിക്ക് ഫേസ് ചെയ്ത ചില കാര്യങ്ങളുണ്ടാവും. അത് അവിടുത്തെ പല നിയമങ്ങളായിരിക്കാം, പല കാര്യങ്ങളും അതിൽ കണക്റ്റഡ് ആവും. നമുക്ക് കേരളത്തിൽ നടക്കുന്ന നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ്. ഇത് പുറത്തുള്ള UK പോലത്തെ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഈ ഫാമിലി എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതിലൂടെ കടന്നു പോകുന്നു, അതിൽ പല ത്രില്ലിങ് മൊമെൻറ്റ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ എന്ന് കരുതി കംപ്ലീറ്റ് ഒരു ത്രില്ലർ മൂവിയല്ല. ഒരു ഫാമിലിയുടെ ഡ്രാമ എല്ലാം പറഞ്ഞു പോകുന്ന, എല്ലാ ഇമോഷൻസും പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ബിഗ് ബെൻ. അപ്പോൾ അത് 27 റിലീസാകുമ്പോൾ എല്ലാവരും ഇനി തിയേറ്ററിൽ പോയി കണ്ടിട്ട് തിരിച്ച് ഫീഡ്ബാക്ക് അറിയിക്കുക എന്ന് പറയാൻ എനിക്കുള്ളൂ. ഇനിയെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി തിയേറ്ററിൽ പോയി കണ്ട് 28-ാം തീയതി പറയാം. അതെ, അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.